ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2ാം സ്ഥാനം. വിയപുരം 3ാം സ്ഥാനവും നേടി. 4 മിനിറ്റ് 23 സെക്കൻഡ് 328 മൈക്രോ സെക്കൻഡാണ് അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4 മിനിറ്റ് 23 സെക്കൻഡ് 448 മൈക്രോ സെക്കൻഡിൽ നടുഭാഗവുമെത്തി. 4 മിനിറ്റ് 23 സെക്കൻഡ് 770 മൈക്രോ സെക്കൻഡിൽ വിയപുരം മൂന്നാമതുമെത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. പുന്നമടക്കായലിനെ കീറിമുറിച്ച ജലരാജാക്കന്മാർ കുതിച്ചുപാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞു നിന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുഴച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കന്യഗിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുഴഞ്ഞ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിലെത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായ ഈ ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോട് എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോർട്ടികോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ഓളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും.
സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ 2ാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25-നും റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.